Arun and Ambadi. Nice. Full stack ആണ് guys. ബിഗിനേഴ്സിന് ഇതൊന്നും റെക്കമെൻഡ് ചെയ്യില്ല. അഡ്വാൻസ് ലെവലാണ്. ഹലോ ഗൈസ്, സോ നമ്മൾ അടുത്ത വ്ളോഗ് നമ്മൾ സെറ്റ് ആക്കിയാണ്. കഴിഞ്ഞ വ്ളോഗിലൊക്കെ വന്ന മെയിൻ കമന്റ് ആയിരുന്നു അരുണുദയന്റെ ഒപ്പം ഒരു വ്ളോഗ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പം മെയിൻ തരംഗമായി കൊണ്ടിരിക്കുന്ന നമ്മളെ അശ്വിൻ ഉണ്ട്, അമ്പാടി. അപ്പോൾ രണ്ടുപേരുടെ കൂടെ നമ്മൾ ഒറ്റ വ്ളോഗാണ് ഷൂട്ട് ചെയ്യാൻ പോവാണ്. സോ ദേ ആർ ഹിയർ. അരുൺ ആൻഡ് അമ്പാടി. പിന്നെ നമ്മുടെ മെയിൻ ഗോകുലുണ്ട്. ഗോകുലിന് റെസ്റ്റ് ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് ഗോകുലിന് വർക്കൗട്ട് ചെയ്യാനുള്ള, പക്ഷേ നമ്മൾ 3 വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ വർക്കൗട്ട് ഫുള്ള് ചെയ്യിപ്പിക്കണത് ഗോകുലാണ്. സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് അവർ വാം അപ്പ്, ദെൻ വിൽ ഗോ സ്ട്രൈറ്റ് ടു വർക്കൗട്ട്. ഓക്കെ, സോ വർക്കൗട്ടിന് ചെറിയൊരു ബ്രീഫായിട്ട് ഗോകുൽ പറഞ്ഞുതരും. ബ്രീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മൊത്തത്തിൽ പ്ലാൻ ചെയ്തിട്ടില്ല. നമുക്ക് ഓരോന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓരോ പുതിയ സാധനം ഇടാം. കാരണം ഇന്ന് നമ്മൾ മിക്കവാറും ഫോക്കസ് ചെയ്യുന്ന ടെമ്പോ ഫോക്കസ്ഡ് വർക്കൗട്ടാണ്. എന്നുവെച്ചാൽ മാക്സിമം ടൈം ആൻഡ് ടെൻഷൻ താഴെയും മിഡിലും മുകളിലും അത് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. അത് നോർമലി ഷോൾഡറിന് ചെയ്യുന്ന യൂഷ്വൽ വർക്കൗട്ട്സ് അല്ല, കുറച്ച് ഡിഫറെൻറ്റ് വർക്കൗട്ട്സ് ആണ്. ഇത് കാണുമ്പോഴത്തേക്കും യുവമാർ എന്തിനു ഇങ്ങനെ ചെയ്തത് എന്ന് വരെ ആൾക്കാർ ചോദിക്കാം. പക്ഷേ അത് കഴിയുമ്പോഴത്തേക്കുള്ള യുവമാരുടെ ഫീല് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. സോ അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് മാറുന്ന കുറച്ച് സ്പ്ലിറ്റാണ് ഇപ്പോൾ ചെയ്യിപ്പിക്കാൻ പോകുന്നത്. പറഞ്ഞു വരുമ്പോൾ കൊല്ലും. അപ്പോൾ അതെ ചാകുമല്ലോ, അത് പറഞ്ഞിട്ട് കാര്യം. അപ്പോൾ ഏതായാലും നമുക്ക് വാമപ്പ് ചെയ്തിട്ട് പതുക്കെ പരിപാടികളിലേക്ക് പറഞ്ഞുതരാം. പതിയെ ചെയ്താൽ മതിയെ. സോ ഷോൾഡറാണ് ഞാൻ നോർമലി ചെയ്യുന്ന സംഭവമാണിത്. ഇപ്പൊ ചെയ്ത് നമ്മൾ വാം സെറ്റ് ഡബിൾ പ്രസ് ചെയ്ത അതിൽ അടുത്തത് ഷാമ്പയിൻ പ്രസ് എന്ന് പറയും. കാരണം മിലിറ്ററി നമ്മൾ മറ്റേ അർണോൾഡ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് മൊത്തം ഇങ്ങനെ താഴെ കൊണ്ടുവരും. ഇത് ഹാമർ പൊസിഷനി ഇവിടെ പകുതി വരെ കൊണ്ടുവന്നല്ലേ ഹാമർ റിവേഴ്സ് പുഷ്. ഓക്കെ ഇത് ഇവിടെ തിരിച്ചു കൊടുക്കരുത്. ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ഇവിടെ തിരിച്ച് പതുക്കെ അവിടെ വരെ വന്നാൽ അത്രയും സ്പീഡിൽ പുഷ് ചെയ്യണം. തിരിച്ച് കൺട്രോൾ ചെയ്താൽ ഇറങ്ങട്ടെ. എൽപത്ര മൈലുണ്ടോ കേട്ടോ. എടാ ഇത്രയും കറക്കണ്ട, അവിടുന്ന് തിരിക്കരുത്. നൈസ് പുഷി അവിടുന്ന് പതുക്കെ കറക്കി ഇറങ്ങുന്തോറും കറക്കിക്കൊണ്ട് അവിടെ പോയി. യെസ് പുഷ് കണ്ടിട്ട് ഷോൾഡർ ഈസി. 3 മൂവ് സപ്പോർട്ട് ശരി. 2 മൂവ് ലാസ്റ്റ് വന്നു. കൺട്രോൾ ഷോൾഡറിൽ പുഷ്. സോ ഫസ്റ്റ് വർക്കൗട്ടാണ്, വെറൈറ്റി വർക്കൗട്ടാണ്. നോർമൽ ഷോൾഡർ പ്രസ് അല്ല, എന്തൊരു ഷാമ്പയിൻ പ്രസ്. ഈ ലെവലിൽ നിന്ന് നീ ആദ്യം പുഷ് ചെയ്തോ, തിരിച്ചറിയാം. ഓക്കെ, ഹാമറിന്റെ പൊസിഷൻ ഇവിടം വരെ മതി. പുഷ് ചെയ്തോ. ആ ടെൻഷൻ ഫീൽ ചെയ്ത് വെക്കണം. കൊള്ളാം, അത്രയും കറക്കണ്ട. ഇവിടം വരെ വന്നാൽ മതി. ഇവിടെ പുഷി നൈസ്. പതുക്കെ ഇത്ര സ്പീഡ് ഉണ്ടോ? പതിയെ വന്നാൽ മതി. 1 2 3 ആ റെപ്പ് ചെയ്യുമ്പോഴല്ലേ കൺട്രോൾ ചെയ്തിറക്കും. 1 2 3 മിനിമം 3 നമ്പേഴ്സ് കൂടി ചെയ്യണം. സ്പീഡാ പതിയെ കൺട്രോൾ ചെയ്തിറക്കോ. തള്ളു ഇത് നോക്ക് ഇവിടെ നോക്ക്. 1 2 3 4 15 എടുക്കേണ്ടി വരും. 1 2 വെയിറ്റ് കംഫർട്ടബിൾ വെയിറ്റ് എടുത്താൽ മതി. വെയിറ്റിൽ ഓടിയണമെന്നൊന്നുമില്ല. നിന്റെ വെയിറ്റ് എത്രയാണ് അത്ര എടുത്താൽ മതി. അടുത്ത 70.5 അല്ലെങ്കിൽ 15 എടുത്തോക്കാം. അങ്ങനെ കേട്ടാ. അങ്ങനെ ഇവിടുന്ന് ഇറക്കുമ്പോൾ ഡിസ്റ്റൻസ് വരാം. ഫുള്ള് തിരിക്കണ്ട. ഹാമർ ഇങ്ങനെ ഷോൾഡറിൽ തന്നെ ആയിരിക്കണം ഇതിന്റെ കോൺസെൻട്രേഷൻ. ഇങ്ങനെ പറഞ്ഞു കൈ എത്ര വൈഡ് വേണ്ട, അത്ര വൈഡ് വേണ്ട. ഇത്ര കൺട്രോൾ ചെയ്ത് കൊള്ളാം. അവിടെ വരെ വന്നാൽ പുഷി കൊള്ളാം. തള്ളു അത്ര വൈഡ് പോകണ്ട. കൈ പതിയെ ഇറക്ക്. കൺട്രോൾ ചെയ്ത് ഇറക്ക്. കൊള്ളാം. അത് തന്നെ നേരെ പോട്ടെ. അത്ര കൊള്ളാം.
സ്ട്രെങ്ത് പോയി, എവിടെ പോയി? കൈ കഴിഞ്ഞു, കൈ കഴിഞ്ഞു. ഇനി 3 സെറ്റുണ്ട്. ഫസ്റ്റ് കൂട്ടത്തില്ല ഇവന്റെ. അപ്പൊ നമ്മൾ വെയിറ്റ് കുറച്ചു, 15 ആക്കി. കാരണം ഫോം ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ വെയിറ്റ്. യെസ്. ആ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഓക്കെ. പുഷി കൊള്ളാം. അവിടെ നിന്നുള്ളൂ. 6. ഇത് സ്ലൈറ്റ്ലി അകത്തോട്ട് കേറട്ടെ. തിരിയട്ടെ. അങ്ങനെ തിരിയണം. അതെ, ഇത് ഇങ്ങനെ വന്ന് അത്ര അവിടെ പുഷി. ആ അത് തന്നെ. കൊള്ളാം. പുഷി നൈസ്. നാളെ കൂടെ പോവല്ലോ. കൊള്ളാം. പതിയെ ഇറക്കിയാൽ മതി, മാക്സിമം പതിയെ ഇറക്കിയാൽ മതി. നിന്റെ ഫസ്റ്റ് സെറ്റ് ആവുന്നേ ഉള്ളൂ കേട്ടാ. നിന്റെ ഫസ്റ്റ് സെറ്റ് ആവുന്നേ ഉള്ളൂ. ഫസ്റ്റ് സെറ്റ് ഡിസംബറേ ഇത് മറ്റേ അർണോൾഡ് പ്രസ് അല്ല. നമ്മുടെ കൈ വെച്ചൊന്ന് ക്ലോസ് ചെയ്തെടുക്കാം. ആ കൊള്ളാം. തിരിയട്ടെ. അവിടുന്ന് അത് തന്നെ കൊള്ളാം. തള്ളു. ബേസിക്കലി ഇത് ഒരു ബിഗിനർക്ക് എടുത്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട് അല്ല. കാരണം നമ്മൾ നോർമൽ ഡംബൽ പ്രസ് ചെയ്ത് ടൈം ആൻഡ് ടെൻഷനും വെയിറ്റ് ലോഡ് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ വേരിയേഷൻസ് ചെയ്യാൻ പോവുള്ളൂ. കാരണം ആദ്യം തന്നെ നമ്മൾ ഈ ഡംബൽ വേരിയേഷൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഷോൾഡറിന് പണിയിട്ടും നമുക്ക് മൈൻഡ് മസിൽ കണക്ഷൻ ഉണ്ടാവില്ല. കാരണം നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇത് കുറച്ചുകൂടി എളുപ്പമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വർക്കൗട്ട് റാൻഡമായിട്ട് ജിമ്മിൽ വരുന്ന ആൾക്കാർക്ക് ഒരു അത്ലീറ്റ് ലെവൽ അല്ലെങ്കിൽ കോമ്പറ്റിറ്റീവ് ലെവലിലേക്ക് വരുന്ന ആൾക്കാർക്ക് മാത്രമായിരിക്കും കുറച്ചുകൂടി ഇന്റൻസിറ്റി വർക്കൗട്ട് എന്ന രീതിയിൽ ഇത് കൊടുക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ തീരും. നമ്മളൊരു 8 നമ്പറിൽ നമ്മളൊരു ലോഡ് വെയിറ്റ് എടുക്കുവാണെങ്കിൽ 8 നമ്പറിൽ ഫെയിൽ ആകും. ആ രീതിയിൽ ചെയ്യണം. അപ്പം ഇതൊന്നും ആരും പെട്ടെന്ന് പോയി അങ്ങനെ പരീക്ഷിക്കരുത്. അണ്ടർ എ കോച്ച്, നിന്റെ കൂടുതൽ ഒരു സബ് സ്പോട്ടർ ഉണ്ട്, ഒരു കോച്ച് ഉണ്ടെങ്കിൽ മാത്രം ഈ സാധനം ചെയ്യാം. ഓക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആൾട്ടർനേറ്റീവ് ചെയ്യാൻ പറ്റിയ സംഭവമാണ് നോർമൽ ഡംബൽ പ്രസ്. അങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതും ചെയ്യാൻ പറ്റും. അർണോൾഡ് പ്രസും ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ ഫസ്റ്റിന് പോയി ട്രൈ ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യണത് വെയിറ്റ് കുറച്ചിട്ടാണ്. അത് ഫോം കറക്റ്റാക്കിയിട്ട് പിന്നെ വെയിറ്റ് കൂട്ടി വരുന്നുള്ളൂ. കൺട്രോൾ ചെയ്ത് ഇറക്കിയ കറക്റ്റ് മസിലിന് തന്നെ കിട്ടും. പെട്ടെന്ന് കിട്ടിയ വരെ കിട്ടണം. വിടത്തില്ല കേട്ടാ. സാധാരണ നമ്മൾ സ്ട്രെങ്ത് കുറഞ്ഞു വരിക. 1 2 3 4 5 ഇതാണ്. അങ്ങനെ ഇറക്കിയാൽ മതി. 5 സെക്കൻഡിലെ താഴെ മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പുഷ് ചെയ്യാം. 5 സെക്കൻഡിലെ താഴെ ആ സെറ്റാണ്. ആ 1 2 3 4 5 പുഷ്. അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോണ്ട, അങ്ങനെ താഴോട്ട് ഇറങ്ങട്ടെ. അവിടുന്ന് സ്ട്രെയിറ്റ് താഴത്തോട്ട്. 3 4 പുഷ്. 5 2 more. Push. Last one. Push it up. Nice. Somebody come on. Pushpam. അവിടുന്ന് ടിസ്റ്റ് ചെയ്യണ്ട, ഇറക്കുന്നതിന്റെ കൂട്ടത്തിൽ മതി. പോടാ ചെയ്യടാ. Last one. Come on. Yes. One more. Push. Nice. ഇത് കഴിഞ്ഞല്ലോ. കുത്തിക്കുത്താന മെഷീൻ പ്രസ് ചെയ്യുന്ന. നീ അത് നോക്കിയോ കറക്റ്റാണ്. ഇവരെടാ കറക്റ്റ്. നമ്മൾ അടുത്ത് ചെയ്യുന്നത് മെഷീൻ പ്രസ് ആണ്. മെഷീൻ പ്രസ്സിലും ഒരു ടെമ്പോ വേരിയേഷൻ ഉണ്ട്. നോർമൽ പ്രസ് അല്ല,
അതിനകത്തൊരു ചെറിയ വേരിയേഷൻ ഉണ്ട്. അതിവൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എക്സൈറ്റ്മെന്റ് പോകും. അതെ അതെ. ഖുഷി താഴ്ത്തോ, വാ താഴ്ത്തോ 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 താഴ്ത്തോ. ഖുഷി അവിടെ ഹോൾഡ്, ഇവിടെ ഹോൾഡ് ചെയ്യും. താഴ്ത്തോ ഫുൾ. മനസ്സിലായി. 1 പൊളിയും കേട്ടാ. താഴെ അവിടെ വരെ വന്നാൽ മതി. ഫുൾ സൂപ്പർ. പോട്ടെ പോട്ടെ. ഒരു പാർഷ്യൽ റെപ്പ്, അപ്പൊ തന്നെ ഒരു ഫുൾ റെപ്പ്. ലാസ്റ്റ് 2. ലാസ്റ്റ് 1. ലാസ്റ്റ് 1. One more. Push it. Breathe out it. Yes. ഓടെ മോനെ. Next contestant, chest number 2 on stage. ഈ വെയിറ്റ് നോക്കട്ടെ. ബാക്കിൽ പിടിക്കേണ്ടി, ഫ്രണ്ടില്. എടാ അത് പറഞ്ഞ കേട്ടാ, ഇരുന്ന് സൂചിച്ചോട്ടോ. ഞാൻ അങ്ങോട്ടൊന്ന് കുഴപ്പമില്ല. വാ, അടുത്ത് നീ ഇല്ല. നൈസാ. ഇവിടുന്ന് അങ്ങോട്ട് മരച്ചു ഫസ്റ്റ് full ഓക്കെ. അതിലോട്ട് 2 3 4 5 പകുതി കുറച്ചുകൂടെ മുകളിലേക്ക് ഫുള്ള് ജസ്റ്റ് ഒന്ന് ഹോൾഡ്. ഇവിടെ വരെ ഹോൾഡ്. ടൈലറാണ് അത് കുറച്ചുകൂടെ മാക്സിമം താഴേക്ക് ഇറങ്ങട്ടെ. അവളാ ലാസ്റ്റ് 3 more. Easy. Last two. വിട്ടളി. ഫോക്കസ് ചെയ്യ്. Champion mentality. One more. Easy. പൊളി. ഫ്രണ്ടൽ ഡീസ് ഓൺ ഫയർ. ഫ്രണ്ടും സൈഡും എല്ലാം കിട്ടണ്ടേ? കാരണം പ്രസ് മൂവ്മെന്റ് അല്ലേ, നമ്മൾ ഇവിടുന്ന് ഈ സൈഡ് ഫ്രണ്ടിൽ കിട്ടും. ആ. അവിടെ സൈഡ് വരും. സേവിക്കണം, ഒരു ചെറിയ തെറ്റുണ്ട്. താഴേക്ക് പോവാ. ഫസ്റ്റ് ആണ് ഇവിടെ കൊണ്ടുവന്നിട്ട് താഴത്തോട്ട് വാ. അട്ട് ഫുള്ള് നോക്കിയേ. ആ 1. ഓക്കെ. അവിടെ ഹോൾഡ് ചെയ്ത് താഴെ ഹോൾഡ് ചെയ്ത് മോളിൽ കൊണ്ടൊന്ന് ഹോൾഡ് ചെയ്ത് അത്രയും ഹോൾഡ് വേണ്ട. പിന്നെ താഴേക്ക് പോയി ഓക്കെ. പുഷ്. എന്തോ ആലോചിക്കുവാണ് കാര്യമായിട്ട്. ചെയ് കൈ ഇവന്റെ വൈഡാ. കാണത്തില്ലെന്ന് ഓർത്താടാ. അല്ല അത് അത്ര ഇതല്ല. പുഷി. മനസ്സിലായി. അവിടെ പുഷ്. 3 more. കൊള്ളാം. 2 more. അല്ലേ ഉള്ളൂ. കിട്ടും. നൈസ്. അതാ വേണ്ടത്. ലാസ്റ്റ് 4. ലാസ്റ്റ് കിട്ടും പടേ. നൈസ്. ലാസ്റ്റ് 1. പുഷി. ഫുൾ സ്റ്റാക്ക് ആണ് ഗൈസ്. 1 ഇറങ്ങട്ടെ. 2 3 4 അഞ്ചാം സെറ്റാണ്. ഫുൾ സ്റ്റാക്ക്. ഫുൾ സ്റ്റാക്കോ? ദാറ്റ്സ് നോട്ട് മൈ വെയിറ്റ്. ഫുൾ സ്റ്റാക്ക് അടിച്ചു. നമുക്കത്ര അത്ര മസിലും ഇല്ല. പിന്നെ ഇവിടെ പാടാ ഇപ്പുറത്ത് തന്നെ. ഡേ ഞാൻ എടുക്കൂല. മൈൻഡ് ഒറ്റ മൈൻഡ്. കഴിഞ്ഞ വീഡിയോയിൽ ഒറ്റ മിനിറ്റ് ഉണ്ടായിരുന്നു. ഈസി. സബാഷ്. നൈസ്. ഈസി. നൈസ്. ചെറുതായിട്ട് കറങ്ങുന്നുണ്ടോ? അപ്പൊ കണ്ണടച്ച് ഇങ്ങനെ പ്രഷർ തൊട്ട് ഞാൻ തുറക്കുമ്പോൾ ബ്ലറായി കാണും അല്ലേ? എല്ലാവരും 2 കാണും. 5 കിട്ടുന്നത് കിട്ടിയാ മതി. ചെയ്യണം മാക്സിമം. സ്ട്രെങ്ത് പോയടാ. സബാഷ്. ഈസി. 1. കൊള്ളാം. 2
വിട്ടളല്ലേ അലി Easy. Easy, come on. Sabash. Easy. Put. കൊള്ളാം കൊള്ളാം 6 സെറ്റാ ഗൈസ് ചെയ്തത് 6 സെറ്റ് ലാങ്കോട്ടായി 6 സെറ്റ് ഓ ആറ് set. അമ്മടിയത് ഒരു 4 5 6 റെപ്സ് ലാസ്റ്റ് ഫുൾ സ്റ്റാക്ക് സീനായി Content creator. കാണില്ല. ഓ മൈ ഗോഡ് ബിഗിനേഴ്സിന് ഇതൊന്നും റെക്കമെൻഡ് ചെയ്യില്ല. അഡ്വാൻസ് ലെവലാണ്. ഒരു കോമ്പറ്റീഷൻ ആ ചെയ്യാൻ ലെവലിലേക്ക് ആവുമ്പോൾ മാത്രം ഇങ്ങനെ ട്രൈ ചെയ്താൽ മതി. അപ്പോൾ റെക്കമെൻഡ് ചെയ്യില്ല. ജസ്റ്റ് നിങ്ങൾ ചെയ്യണം പോലെ തന്നെ ചെയ്യാം. വർക്കൗട്ട് നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. ഈ പാർഷ്യൽ റെപ്പ് അടിച്ചാണ്ട് ഫുൾ റേഞ്ച് അടിച്ചാണ്ട് കൈ പൊക്കാൻ പോലും ട്രൈ ചെയ്യാം. പക്ഷേ ഇതേപോലെ 6 സെറ്റൊന്നും ട്രൈ ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യില്ല. യെസ് 1 1 2 2 7 അമ്മടി വേണം മറിച്ചത് കൊള്ളാം. ഓ യാ രണ്ടാമത്തെ വർക്കൗട്ട് കഴിഞ്ഞു. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ചാമ്പിയൻ പ്രസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നോർമൽ ഫ്രണ്ട് പ്രസ് ചെയ്തു, ഷോൾഡർ പ്രസ്. അടുത്ത് നമ്മൾ സൈഡിന് കൊടുക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വയറിനോട് കൊടുത്താണ്ട് വർക്കൗട്ട് ഫിനിഷ് ചെയ്യും. അധികം വർക്കൗട്ടൊന്നുമില്ല, പക്ഷേ ചെയ്യുന്നത് പ്രോപ്പറായി കണ്ട് മാക്സിമം ഇൻറ്റൻസിറ്റി ചെയ്യും. ഓക്കെ, സോ അതാണ് മെയിനായി നോക്കേണ്ടത്. അടുത്ത വർക്കൗട്ടാണ് ലാറ്ററൽ റൈസ്. ലാറ്ററൽ റൈസ് നമ്മൾ ചെയ്യുന്നത് ഹെഡ് നേരെ ബെഞ്ച് സപ്പോർട്ട് ചെയ്തിട്ടാണ്. ഈ ലെവലിൽ നിന്നിട്ട് ചെസ്റ്റ് സപ്പോർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യും. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മൊമെൻറ്റും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് നമ്മൾ ആ സൈഡിട്ട് മാത്രം യൂസ് ചെയ്തിട്ട് കയറാം നമ്മൾ ചെയ്യുന്നതാവാം. സോ വൺ ഓഫ് ദ ബെസ്റ്റ് വർക്കൗട്ട് ഫോർ സൈഡ് ഇറ്റ്. പക്ഷേ നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെ മരച്ചിങ്ങനെ ഇൻട്രോട്ടാ ചെറുക്കാൻ ഇൻട്രോട്ടാ അതിൻ്റെ. സോ നമ്മൾ പംപ്കാർ അയക്കാൻ പോവാണ്. ரொம்ப ആയിട്ടില്ല, ഇനി ആവാണ്ട്. ഫ്രണ്ട് മാത്രമേ കളിച്ചിട്ടുള്ളൂ. നമുക്ക് സൈഡ് കളിക്കാണ്ട് എയറും കളിക്കാണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ പമ്പാവുള്ളൂ. ഫസ്റ്റ് വർക്കിംഗ് സെറ്റാണ്. ഓ മാം, ഫുൾ റേഞ്ച് മോശമല്ല. അതായത് ഇവിടുന്ന് ഈ ലെവൽക്ക് ആ ടെൻഷൻ ഉടനെ കിട്ടുന്നത് ആ ഒരു റേഞ്ച് മോശമാണ് ചെയ്യാൻ. ആ ടൈമാണ് ടെൻഷൻ കൊടുക്കണം. അയ്യോ അങ്ങോട്ടെ കൊടുത്തോ. അത് മേലക്ക് കിട്ടും. This is too much. This is too much. നൈസ് 1 അവിടെ വരെ വേണം മതി. 2 കൊള്ളാം. 3 4 5 6 7 8 9 കൊള്ളാം. 10 2 more 1 വാവ്, എന്നുണ്ട്. പൊളി പൊളി പൊളി. ഫസ്റ്റ് വർക്കിംഗ് സെറ്റ് ആയിരുന്നു. കാണിച്ചിട്ടുണ്ട്. Four, 5 6 മടി ബാക്ക് ഉണ്ടോ? പതിയെ ചെയ്താൽ മതി. അത്രയും താത്തണ്ട കൈ. അവിടെ നോക്ക്. കൊള്ളാം. പൊങ്ങട്ടെ. നൈസ്. 3 4 5 6 സ്റ്റാൻഡിങ് പോലും പതിനഞ്ചെടുക്കാത്ത ഞാനാ. സപ്പോർട്ട് ചെയ്തിരുന്നു. കിട്ടും. സോ ലാസ്റ്റ് സെറ്റ് ആണ്. ലാസ്റ്റ് വർക്കിംഗ് സെറ്റ്. യെസ്, നൈസ്. ഫുള്ളും താത്തണ്ട, പകുതി വരെ. അവിടെ നോക്ക്. നൈസ്. 7 8 പകുതി. ചെയ് 1 2 3 4 5 6 ബടി 3 2 കൊള്ളാം. ഫാസ്റ്റ് പകുതി 1 2 3 4 5 സന്തോഷം നോക്കി. അടുത്തെന്താ? സോ റേസും കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക്
റേഡിയേറ്ററിനാണ്. അപ്പോൾ നമുക്ക് അവിടെ പോവാം. ഒരു വെറൈറ്റി വർക്കൗട്ട് ഉണ്ട് പറഞ്ഞു. ഹോൾഡ് പതുക്കെ റിലീസ്. സ്ലോ ഹോൾഡ്. കിട്ടുന്നില്ല. 2 1. നമ്മൾ അടുത്ത വർക്കൗട്ട് റെയർ ഡെൽറ്റിനാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ലോ പുള്ളിയുടെ മെഷീനാണ്, ലോറോ മെഷീനാണ്. അപ്പോൾ ഈ ലോറോ മെഷീനകത്ത് നമ്മൾ ജസ്റ്റ് നമ്മുടേതായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് നമുക്ക് ടെക്നിക്കലി റെയർ ഡെൽറ്റിനെ എങ്ങനെ ഫുൾ മൂവ്മെൻറ്റ് ചെയ്യാം എന്നുള്ളൊരു പരിപാടിയിൽ എത്തിച്ചേർന്നൊരു സെറ്റപ്പാണ്. അപ്പം ചെയ്തപ്പോൾ നമുക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നി. ഞാൻ എൻ്റെ ബാക്ക് ഡേയിലും റെയർ ഡെൽറ്റിലൊക്കെ ഇത് ചെയ്യാറുണ്ട്. സോ അപ്പോൾ ഭയങ്കരമായിട്ട് ലോഡ് കയറും. നമ്മൾ ഫേസ് പുള്ളി ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മൊമെൻറ്റം യൂസ് ചെയ്യും. ഇതിന് മൊമെൻറ്റം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓൾറെഡി നമ്മുടെ ചെസ്റ്റും നമ്മുടെ ഹെഡും എല്ലാം സപ്പോർട്ടഡാണ്. അപ്പം നമ്മൾ ഈ റെയർ ഡെൽറ്റ് വെച്ച് മാത്രം പുള്ളി ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇത് ടെക്നിക്കലി എല്ലാ ജിമ്മിലുള്ള മെഷീനല്ല, പല ജിമ്മിലും പല രീതിയിലാണ് ഈ മെഷീൻ. ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ചെയ്തപ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് തോന്നി. അപ്പോൾ നമ്മൾ കൺവെൻഷനൽ, മൊത്തത്തിൽ കൺവെൻഷൻ അല്ല, ഇത് ഔട്ട് ഓഫ് ദ ബോക്സ് വർക്കൗട്ടാണ്. ഇത് ബാക്കിൻ്റെ മെഷീനായിരിക്കും, അതായത് മറ്റേ ലോറോ മെഷീനാണ്. അപ്പോൾ അതിൽ ഒരു വേരിയേഷൻ, അതായത് നമ്മുടെ എൽബോസ് വൈഡാക്കിയിട്ട് ഈ ഒരു മൊമെൻറ്റ് വരുമ്പോൾ കറക്റ്റ് നമുക്ക് ആയിട്ട് ഫോക്കസ് ചെയ്യാൻ കഴിയും. ആ മൊമെൻറ്റ് വരുന്ന രീതിക്ക് നമ്മൾ ചെയ്യാണ്. അതെ, അത് ലോഡ് കൂടുതൽ കിട്ടും. നമുക്കിപ്പോൾ 240 20 അല്ല നടക്കുന്നത്. നമുക്ക് ഇനിയും 40 50 ഒക്കെ ലോഡ് ചെയ്യാൻ പറ്റും. ഒരു 5 റപ്പ് 6 റപ്പിൽ നല്ല സിമ്പിളായിട്ട് പോകാൻ പറ്റും. ബോഡി ഗ്ലൂട്ട് ബാക്ക് ചെയ്ത് ചെസ്റ്റ് അപ്പ്. ജസ്റ്റ് അപ്പ് ആയിട്ടില്ല. ചെസ്റ്റ് ഹെഡ് പൊക്കി വെച്ചേ. ഇനി ചെസ്റ്റ് അപ്പ് ചെയ്തേ. നൈസ്. ഈ വലി 1 പതുക്കെ റിലീസ് ചെയ്യ്. നൈസ്. 2 സൂപ്പർ. 3 4 സൂപ്പർ. 2 more. 6 9 ഹോൾഡി. സോ ചെയ്യുമ്പോൾ കറക്റ്റ് റൈഡിലോട്ട് ഫോക്കസ് ചെയ്യണം. ജസ്റ്റ് വലിച്ചാൽ പോരാ. ജസ്റ്റ് വലിച്ചാൽ നമ്മൾ ബാക്കും ട്രാപ്സൊക്കെ യൂസ് ചെയ്യും. റൈഡിലോട്ട് കിട്ടണമെങ്കിൽ കറക്റ്റ് എൽബോസ് വൈഡാക്കിയിട്ട് എൽബോസ് പൊക്കി വെച്ചിട്ട് വേണം പുൾ ചെയ്യാൻ. അതും ഷോൾഡേഴ്സ് അധികം ബാക്ക് ഇങ്ങനെ റോട്ട് ചെയ്യാതെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ എൽബോസ് മാത്രം ബാക്ക് പോകണ രീതിക്ക് പുൾ ചെയ്യണം. ബിഗിനേഴ്സിന് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നോട്ട് റെക്കമെൻഡഡ്. ബിഗിനേഴ്സിന് ഇത് തന്നെ പകരം ഫേസ് പുൾ ചെയ്യാം, ടെക് ഫ്ലൈസിൽ റിവേഴ്സ് ഫ്ലൈസ് ചെയ്യാം, ഡംബൽ ഫ്ലൈസ് ചെയ്യാം, റിവേഴ്സ് ചെയ്യാം. 2 ഹോൾഡ് ചെയ്യണം മോളി. 3 സ്ക്യൂസ് ചെയ്യണം. ഇവിടെ തന്നെ ഫോക്കസ്. 7 ഫെയിൽ ആവട്ടെ. 3 more. 3 ഇതാണ് ഫോക്കസ് ചെയ്യണത്. 4 8 9 10 ഞാൻ മേലെ ഹോൾഡ് ചെയ്താണ് എല്ലാം ഇട്ടോ. ഓക്കെ ഇട്ടോട്ടോ. നെക്കിന് പവർ കൊടുക്കുകയോ ചെയ്യരുത്. നെക്ക് ജസ്റ്റ് സപ്പോർട്ട് ആയിരിക്കണം. ഓക്കെ. 1 2 കൊള്ളാം. 3 4 7 8 കൊള്ളാം. ഓക്കെ വരാം. മാക്സിമം വൈഡാക്കണം. ഞാൻ റൈഡിന് വിട്ടുള്ളൂ. ലാസ്റ്റ് സെറ്റാണ്. 1 നൈസ്. വിട്ടു 2 എൽബോ മേളിലോട്ടെ. 7 അത് അവിടെ ഇട്ടോ. ഇത് വിട്ട് സോ ഗൈസ്, നമ്മളെ വർക്കൗട്ട് കഴിഞ്ഞു. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പക്ഷെ ഒന്നും ഇതിലുണ്ടാവില്ല. ഓക്കെ, നമ്മൾ റീൽസ് ചെയ്യാൻ ഇറക്കണ കാരണം. സോ അമ്പാടി, അരുൺ, ഗോകുൽ,
3 പേരും തകർത്തു. വർക്കൗട്ട് ഫുള്ള് നമ്മളെ ഗോകുലായിരുന്നു. വർക്കൗട്ട് അടിപൊളിയാണ്. കാരണം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്യുന്ന വർക്കൗട്ട് ആയതുകൊണ്ട് നമുക്ക് അറിയാം ഇതിന്റെ ഇന്റൻസിറ്റി എന്താണെന്ന് അറിയാം. അത് ഇവന്മാർ ചെയ്തിട്ടില്ല. ഇവർ ഓരോരുത്തരും ഓരോ രീതിയിലുള്ള വർക്കൗട്ട് ചെയ്യുന്ന. അപ്പം ഞാൻ കരുതി ഇവന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അത്യാവശ്യം എല്ലാവരും നല്ലോണം തന്നെ ചെയ്ത് ഓക്കെ അവരുടെ രീതിയിൽ വെയ്റ്റ്സ് പുഷ് ചെയ്ത് ബെസ്റ്റായിട്ട് തന്നെ ചെയ്ത്. സോ ആസ് എ സ്റ്റാൻഡ് ബൈ കോച്ച് ഐ ആം സോ ഹാപ്പി ദാറ്റ് ദീസ് കിഡ്സ് ഹാവ് ഡൺ ജസ്റ്റിസ് ടു മൈ വർക്കൗട്ട്. സോ യാ, നമ്മൾ ഫുൾ സ്റ്റാക്ക് ഷോൾഡർ പ്രസ് അടിച്ച് പിന്നെ 15 kg ലാറ്ററൈസ് ചെയ്ത് ഒക്കെ ഭയങ്കര ഇൻറ്റൻസ് ആയിരിക്കും. അമ്പാടൊക്കെ സ്ട്രെങ്ത്ത് കാണാൻ പോയല്ല, അപായ സ്ട്രെങ്ത്താ. ഞാൻ എന്താ പറയുക, അടിപൊളി സ്പ്ലിറ്റ് ആണ്. പിന്നെ നമ്മുടെ വൈകുന്നല്ലേ എങ്ങനെയുണ്ട്? സെറ്റായിരുന്നു. വീഡിയോ കാണാം. അപ്പോൾ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അടിപൊളിയാണെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത വ്ളോഗിൽ കാണാം. ഓക്കെ, ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെൽ ബട്ടൺ ആയിട്ട് അടിച്ച് നശിപ്പിക്കുക, എന്നിട്ട് അങ്ങനെ ചെയ്യുക. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ അടുത്ത വ്ളോഗ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്തിയിട്ടിരിക്കുന്ന അതെ ഞാൻ ഇവിടുന്ന് പറഞ്ഞാൽ അങ്ങോട്ടും പോയിക്കോളാം കേട്ടോ. യു ഗൈസ് സ്റ്റാൻഡ്. ഓക്കെ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് അടുത്തോട്ടേക്ക് അവൻ പറയട്ടാ. പിന്നെ സെറ്റ് ആവും.